പരലോകം എന്നൊരു ലോകം വേറെ ഇല്ല. യഥാർത്ഥ സത്യമാണിത്. അപ്പം അങ്ങനത്തെ ഒരു പരലോക ചിന്താഗതിയും വെച്ച് നമ്മളെല്ലാം പോവുകയാണെങ്കിൽ നമ്മൾ അവിടത്തേക്ക് ലക്ഷ്യം വെക്കുന്നു. പക്ഷേ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടത് മനുഷ്യ ജീവിതത്തിൽ തന്നെ ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. ആർക്കെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് ധന്യം. കാരണം ഈ മനുഷ്യ ജന്മം എപ്പോഴും ഇനി നമ്മുടെ ഈ ഓരോ ഉള്ളിലുള്ള ജീവനുണ്ടല്ലോ, ഇവർക്കൊന്നും ഇനി തിരിച്ചു കിട്ടുമെന്ന് നമ്മൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അടുത്ത ജന്മത്തിൽ ഞാൻ മനുഷ്യൻ തന്നെ ആയിക്കോളുമെന്നും ഒരു പ്രതീക്ഷയുമില്ല. എനിക്ക് മോക്ഷം കിട്ടുമെന്നും ഒരു പ്രതീക്ഷയില്ല. എനിക്ക് പരലോകമോ സ്വർഗമോ എന്തും കിട്ടുമെന്നോ ഒരു പ്രതീക്ഷയുമില്ല, ആർക്കുമില്ല. കാരണം ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പരിപാടി തീർന്നു. ആ പരിപാടി തീർന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാം? പോയ ബുദ്ധി ആന വലിച്ചാലും വരില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഈ മനുഷ്യജന്മം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ നൈമിഷികമായ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ തട്ടിപ്പോകാം. അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ നമ്മൾ നല്ലത് മാത്രം ചെയ്യുക. ആർക്കും ഒരു ഉപദ്രവവുമില്ലാതെ ദൈവവിശ്വാസത്തിലൂടെ ചെയ്യാം. ഒരു ഉദാഹരണം പറയാം. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു സ്വാമിജി. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പിച്ച് വാദിക്കാൻ എനിക്കും അവകാശമുണ്ട് സുഹൃത്തുക്കളെ. കാരണം മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല പറഞ്ഞാൽ ഇത്ര ഹതഭാഗ്യനായ ഒരു ജന്മം മനുഷ്യനല്ലാതെ നാക്കാലിക്ക് പോലുമില്ല. പട്ടിയായും പന്നിയായും ജീവിക്കലാണ്. ഞാനൊക്കെ ഈ പ്രബോധകരായി ജീവിക്കുന്നതിന് എന്തുകൊണ്ടും നല്ലത്. കാരണം മനുഷ്യനായി ജീവിച്ചിട്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല. ഇവിടെയായിട്ട് നീതിയും നടക്കുന്നില്ല, അനീതിക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നു. 44,389 ശിശുക്കൾ, പെൺകുട്ടികൾ ഈ കേരള മണ്ണിൽ 10 കൊല്ലം കൊണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു. നിരപരാധികൾ. അവരിൽ മഹാഭൂരിപക്ഷത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. ആരാന്ന് പോലും അറിയില്ല. എങ്കിൽ നിങ്ങൾ പറയൂ, മരണത്തോടുകൂടി അവസാനിക്കുന്നതാണെങ്കിൽ ഇത്ര ഹതഭാഗ്യ ജന്മം, മനുഷ്യൻ എന്ന മഹാജന്മത്തെക്കാൾ ഹതഭാഗ്യൻ ആരുണ്ട്? നമുക്കറിയാം. നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം, അമ്മയാൽ അപഹസിക്കപ്പെട്ടിട്ടുണ്ടാവാം, സ്വന്തം ജ്യേഷ്ഠനാൽ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടാവാം. നമ്മുടെ കൂടെ ആരും നിന്നിട്ടില്ല. അക്രമിയായ ജ്യേഷ്ഠന്റെ കൂടെയാണ് നിന്നത്. പറയൂ, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ അനീതി ഈ ലോകത്ത് നിലക്കുന്നു. നമുക്കറിയാം. നീതിയുടെ ലോകമെവിടെ? നീതിയുടെ ലോകമെവിടെ? ലക്ഷക്കണക്കിന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ട്രൂമാന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയവരവിടെ ആരും സൃഷ്ടിച്ചില്ല, ആരും അവരെ നിന്ദിച്ചില്ല, ആരും അവരെ കല്ലെറിഞ്ഞില്ല. പറയൂ, അനീതിയിൽ അധിഷ്ഠിതമായ മനുഷ്യ ജീവിതത്തെ കുറിച്ച് വേദം എന്തു പറയുന്നു? വേദം പറയുന്നത് എന്താണ്? ഘോരാന്ധകാരമായ നരകത്തിലെത്തും. പന്നിയായിട്ട് ജനിക്കുന്നല്ല, നായയായിട്ട് ജനിക്കുന്നല്ല. അല്ല അല്ല വേദം പറഞ്ഞ എന്താണെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഋഗ്വേദം മാത്രം എടുത്തോ, ശ്രീമദ് ഭഗവത്ഗീത എടുത്തോ, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം എടുത്തോ, 2-ാമത്തെ ശ്ലോകം എടുത്തോ, 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം എടുത്തോ. അതിലെന്താ ഉള്ളത്? ഹദോവാ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ഭോക്ഷ്യസി മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ. ഇതൊരു ധർമാധർമ്മ യുദ്ധമാണ്. ഈ ധർമ്മയുദ്ധത്തിൽ അർജുന, നീ കൊല്ലപ്പെട്ടാൽ അടുത്ത ജന്മത്തിൽ ചണ്ടാലനാകുന്ന, ബ്രാഹ്മണനാകുന്ന അല്ല അല്ല. തദീഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അബധ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി ചണ്ടാല യോനി എന്ന് ഛന്ദോപനിഷത്തിൽ മനുഷ്യർ കടത്തിക്കുട്ടിയ വാചകം പറഞ്ഞാണോ ശ്രീകൃഷ്ണൻ? അല്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞ എന്താ? ഹദോവ പ്രാപ്സ്യസി സ്വർഗം, നീ സ്വർഗത്ത് പോവും. കണ്ടോ? പുനർജന്മല്ല, പുനർജന്മമല്ല. വേദം പറഞ്ഞതേ പറയാവുന്നല്ലേ സ്വാമിജി പറഞ്ഞു. ഞാൻ പൂർണ്ണമായി അതിനെ അംഗീകരിക്കുന്നു. വേദത്തിൽ പുനർജന്മമില്ല. ഞാൻ തെളിയിച്ചിരുന്നൊക്കെ